നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമാ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. അവരുടെ പുതിയ സിനിമ റിലീസാകാൻ പോകുകയാണ്. അതിന്റെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ വിസ്മയ മോഹൻലാൽ ഇന്നലെ സംസാരിക്കുന്നത് കേട്ടു. അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും, ഒന്ന് ഇരുത്തി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും നല്ല രീതിയിൽ സഭാകമ്പം ആ വ്യക്തിക്കുണ്ട് എന്ന്. എനിക്കങ്ങനെ മാലു വിചാരിക്കുന്ന പോലെ പേടിയൊന്നുമില്ല, ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ. അതിനെന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മാനസിക വിഷയങ്ങൾ ഉള്ളത് കൊണ്ടോ ഒന്നും അല്ല അതങ്ങനെ കാണിക്കുന്നത്. സഭാകമ്പം എന്ന് പറയുന്നത് നിസ്സാര പ്രശ്നമല്ല, ചില്ലറ പ്രശ്നമല്ല, നിരവധി പേരെ അലട്ടുന്ന ഒരു പ്രശ്നം കൂടിയാണത്. പൊതുവേദികളിലൊന്നും സംസാരിച്ച് ശീലമില്ലാത്ത ആളിന് പെട്ടെന്ന് ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ ഒരു മൈക്കുമായിട്ട് ഒരു സ്റ്റേജ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചിടിപ്പ്, പരവേശം, ബുദ്ധിമുട്ട്, അതൊക്കെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് മനസ്സിലാകും. അതിനൊരാളെ തെറ്റു പറയാൻ നമുക്കാവില്ല. വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ടെൻഷൻ പിടിച്ച പണി നേട്ടാ, ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. പിന്നെ വിസ്മയക്ക് ഒരു എക്സൈറ്റ്മെന്റ് വളരെ കൂടുതലായിട്ടും തോന്നി. എന്താണ് ഇപ്പോൾ ആ പുതിയ സിനിമ റിലീസാകാൻ പോകുന്നു, എല്ലാവരും എങ്ങനെ കാണും, ആളുകളൊക്കെ എങ്ങനെയാണ് എന്നെ നോക്കി കാണുന്നത്, പിന്നെ ഇത്രയും പേരുടെ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ അത് ശരിയാകുമോ, എന്ത് സംസാരിക്കണം, എങ്ങനെ മറുപടി കൊടുത്താൽ അവർക്ക് തൃപ്തി വരും, അവരെന്തെങ്കിലും വിചാരിക്കുമോ, എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ വല്ലാത്ത ഒരു എക്സൈറ്റ്മെന്റ്, ഒരു അമിത ചിന്ത അതിനെക്കുറിച്ച് ഇങ്ങനെ വിസ്മയക്ക് വരുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ശരീരഭാഷ ഉണ്ടായത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വിസ്മയ മോഹൻലാലിനെ സംബന്ധിച്ച് ആദ്യം തന്നെ ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ കിടപ്പുണ്ട്. CJPയെ സംബന്ധിച്ച ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേർ തന്നെ അവഗണിച്ചു, അവഹേളിച്ചു. അതൊക്കെ ആ ഒരു ചിന്തയും കൂടിയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ കിടപ്പുള്ളത് കൊണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും മൈക്കിലൂടെ സംസാരിക്കുമ്പോൾ ഒരു ചിന്ത വരുന്നത്, പറയുന്നത് ശരിയാകുമോ, ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള ഒരു ചിന്ത. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് സിനിമയിലേക്ക് കയറുന്നത്. അതൊക്കെ അവരുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പിടിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇങ്ങനെ ഒരാളെ തളർത്താതിരിക്കുക. അവർക്ക് എന്ത് വിഷമമായിരിക്കും. സാറിനൊന്ന് പറഞ്ഞുകൂടായിരുന്നോ സാർ ഒരു ഫേമസ് ഡയറക്ടർ ആണെന്ന്?